കൂട്ടുകാർക്ക് നമസ്കാരം. ഭാര്യയ്ക്ക് ചെലവിനായി പണം നൽകാറുണ്ടോ നിങ്ങൾ? ആദായ നികുതി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പിന്നാലെയുണ്ട്. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്ക് പണം നൽകുന്ന ഒരു മികച്ച ഭർത്താവാണോ നിങ്ങൾ? എങ്കിൽ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളെ തേടി സർക്കാരിൻ്റെ പണി വരുന്നുണ്ട്. പല കുടുംബങ്ങളിലും ഇന്നും കുടുംബ ബജറ്റ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്. പുരുഷന്മാരേക്കാൾ മികച്ച രീതിയിൽ പണം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് സ്വീകാര്യത വർദ്ധിച്ചതോടെ കുടുംബ ചെലവുകൾക്കുള്ള പണം പലരും ഭാര്യമാർക്ക് കൈമാറുന്നത് പോലും ഓൺലൈനിലാണ്. എന്നാൽ തുടർച്ചയായ ചില ഇടപാടുകൾ നിങ്ങളെ നികുതി കുരുക്കിൽ പെടുത്തിയേക്കുമെന്നാണ് നിങ്ങൾക്കറിയാമോ? പണമായോ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ നിങ്ങൾ എല്ലാ മാസവും ഭാര്യയ്ക്ക് ചെലവുകൾക്കായി പണം നൽകുന്നുണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുക. ഈ പണം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇൻകം ടാക്സ് കണക്കാക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ നികുതി നോട്ടീസിലേക്ക് നയിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാട് സാധാരണമായാണ് പലരും കാണുന്നത്. സംഭവം സത്യം തന്നെ. എന്നാൽ ആദായ നികുതി നിയമങ്ങൾ പ്രകാരം ഭാര്യയ്ക്ക് പണം നൽകുന്നത് പോലും ചില സാഹചര്യങ്ങളിൽ നികുതി നോട്ടീസിലേക്ക് നയിക്കാം. ആദായ നികുതി സെക്ഷൻ 269 SS 269 T എന്നിവ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വീട്ടുചെലവിനോ സമ്മാനമായോ നൽകുന്ന പണത്തിന് നികുതി ബാധ്യതയില്ല. ഈ തുക ഭർത്താവിൻ്റെ വരുമാനമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഭാര്യയിൽ നിന്ന് നികുതി ഈടാക്കില്ല. എന്നാൽ ഭാര്യ ഈ പണം നിക്ഷേപങ്ങൾക്ക്, സ്ഥിര നിക്ഷേപങ്ങൾ, ഓഹരി വിപണി അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങാൻ ഉപയോഗിക്കുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്താൽ ആ വരുമാനത്തിന് നികുതി നൽകേണ്ടതുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം നിയമത്തിന് കീഴിലാണ് ഇത് വരുന്നത്. നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഭർത്താവിൻ്റെ വരുമാനത്തിലേക്ക് ചേർക്കപ്പെടും. ഇത് നികുതി ബാധ്യത വർദ്ധിപ്പിക്കും. സെക്ഷൻ 269 SS 269 D കള്ളപ്പണം തണിക എന്ന ലക്ഷ്യമാണ് 269 SS 269 D നിയമങ്ങൾക്കുള്ളത്. 20,000-ന് മുകളിൽ പണം വായ്പയായോ നിക്ഷേപമായോ മുൻകൂർ പേയ്മെൻറ്റായോ സ്വീകരിക്കുന്നത് വിലക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് 20,000 രൂപയിൽ കൂടുതൽ പണമായി നൽകിയാൽ ഇടപാട് ബാങ്ക് മുഖേന ആയിരിക്കണം. സെക്ഷൻ 269 D പ്രകാരം 20,000-ൽ കൂടുതൽ പണം കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കണമെങ്കിൽ അത് ബാങ്കിങ് വഴികളിലൂടെ തന്നെ വേണം. ഭാര്യ ഭർത്താക്കന്മാർ പോലുള്ള അടുത്ത ബന്ധങ്ങൾ ഈ വകുപ്പുകൾ ലംഘിക്കുന്നതിൽ പിഴയില്ല. എന്നാൽ സുതാര്യത നിലനിർത്തേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് പണം നൽകുമ്പോൾ വീട്ടു ചിലവുകൾക്കായി ഭാര്യയ്ക്ക് എത്ര രൂപ വേണമെങ്കിലും ഭർത്താവിന് നൽകാം. ഈ തുകയ്ക്ക് നികുതി ബാധ്യതയില്ല. ഇത് ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾ നൽകുന്ന പണം ഭാര്യ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്താൽ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി ചുമത്തും. ഭാര്യയ്ക്ക് നൽകുന്ന പണം വസ്തു വാങ്ങാനും വാടക വരുമാനം ഉണ്ടാക്കാനും ഉപയോഗിച്ചാലും നികുതി ബാധകമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഭാര്യയ്ക്ക് പണം സമ്മാനമായി നൽകിയെന്നിരിക്കട്ടെ, അതിന് നികുതി നൽകേണ്ടതില്ല. ആദായ നികുതി നിയമം ഭാര്യ ഭർത്താക്കന്മാരെ അടുത്ത ബന്ധമായി കാണുന്നു. അവർ തമ്മിലുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഇളവുണ്ട്. നികുതി നോട്ടീസ് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ 20,000 രൂപയിൽ കൂടുതൽ ഇടപാടുകൾ നടത്തരുത്. ബാങ്കിങ് മാധ്യമങ്ങൾ, ചെക്ക്, NEFT എന്നിവ ഉപയോഗിക്കുക. ആദായ നികുതി റിട്ടേണിൽ ഭാര്യയുടെ നിക്ഷേപങ്ങളും ലഭിക്കുന്ന വരുമാനവും കൃത്യമായി റിപ്പോർട്ട് ചെയ്തെന്ന് ഉറപ്പാക്കുക. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഭാര്യയുടെ വരുമാനത്തിന് കൃത്യസമയത്ത് നികുതി അടയ്ക്കുക നിങ്ങൾ. ഇനി നമുക്ക് നോട്ടീസ് എത്തുന്ന സാഹചര്യം നോക്കാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പണമിടപാടുകളിൽ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് നികുതി നോട്ടീസ് എത്തുക. നിങ്ങൾ നൽകുന്ന പണത്തിൽ നിന്ന് വരുമാനം നേടുകയും ഇക്കാര്യം മറച്ചുവെച്ചെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അത് വളരെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നികുതി ഒഴിവാക്കാനാണ് പണം ഉപയോഗിച്ചതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. കൂടുതൽ വ്യക്തതയ്ക്ക് നിങ്ങൾക്കൊരു നികുതി വിദഗ്ധൻ്റെ സഹായം നേടാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Always stay good and stay happy.